ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. സുസ്മിത ഇനി എന്തൊക്കെ ചെയ്താലും സത്യം അതൊന്നും വിശ്വസിക്കാനേ പോകുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും കൊണ്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് അർജുനും ഭാമയും ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ്. ഇനിയും അവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാൻ വയ്യാത്തത് കൊണ്ട് തന്നെ സുസ്മിത തന്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് പ്രീതിയുടെ അരികിൽ വിഷമത്തോടെ ഇരിക്കുകയാണ് ഭാമ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജിയമ്മയാണ്. രാജിയമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് രോഹിത്തിനായിട്ടുള്ള ചികിത്സ നടത്തുകയാണ്. തൊട്ടടുത്ത് തന്നെ പവിഴവും നിൽപ്പുണ്ട്. അങ്ങനെ ചികിത്സ ആരംഭിക്കുകയാണ്. അതേസമയം ശാരദാമ്മ ശാരികയും കൂട്ടിക്കൊണ്ട് കുറുപ്പ് മാഷുമായിട്ട് രാജ്യമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറുപ്പ് മാഷ് രാജ്യമ്മയുടെ പേര് വിളിക്കുമ്പോൾ രാജ്യമ്മ അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചികിത്സ നടത്തുന്ന സമയത്ത് രാജ്യമ്മൻ ആരെങ്കിലും വിളിക്കുന്നത് രാജ്യമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പവിഴം, നീ ആരാണെന്ന് പോയി നോക്ക് എന്ന് രാജ്യമ്മ പറയുമ്പോൾ പവിഴം പുറത്തേക്ക് ചെല്ലുകയാണ്. രാജ്യമ്മ ഇല്ലേ എന്ന് കുറുപ്പുമാഷി ചോദിക്കുമ്പോൾ വൈദ്യമുറിയിലാണെന്നും വൈദ്യമുറിയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ രാജ്യമ്മയ്ക്ക് അത് ദേഷ്യമാണെന്നും പവിഴം പറയുന്നു. അല്ല, മോളേതാ, രാജ്യമ്മയുടെ മോളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്നും ഞാനിവിടെ സഹായത്തിന് നിൽക്കുന്നതാണെന്നും പവിഴം പറയുന്നു. അതേസമയം രാജ്യമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ചികിത്സയ്ക്കായിട്ട് വന്നതാ, പൊന്നുച്ചാമി പറഞ്ഞതാണെന്ന് കുറുപ്പുമാഷി പറയുമ്പോൾ രാജ്യമ്മ ദേഷ്യത്തോടെ പറയുകയാണ്. ഞാൻ അന്നേരമേ പൊന്നുച്ചാമിയോട് പറഞ്ഞതായിരുന്നല്ലോ, ഇനി ഇവിടെ ഒരാളെ എടുക്കാൻ പറ്റില്ലെന്ന്. എന്താ അയാളത് പറഞ്ഞില്ലേ? അങ്ങനൊന്നും പറയലേ, ഞങ്ങളെ കൈവിടലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ടെങ്കിലും രാജ്യമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ വൈദ്യമുറിയിൽ ഇപ്പോൾ ആളുണ്ട്. ആ ആൾക്ക് ഭേദമായി പോകാതെ എനിക്ക് എന്താണെങ്കിലും മറ്റൊരാളെ നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതി, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് രാജ്യമ്മ പറയുന്നു. അത് പിന്നെ പൊന്നിച്ചാമി ശുപാർശ ചെയ്തതാണെന്ന് കുറുപ്പുമാഷ് പറയുമ്പോൾ രാജ്യമ്മ പറയുകയാണ്, അതിനെ ഇത് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസൊന്നും അല്ലല്ലോ. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ, നിങ്ങൾക്ക് പോകാം. അതേസമയം പവിഴം രോഹിത്തിന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. രോഹിത്തിന്റെ വിരലുകൾക്ക് നേരിയ ചലനം കാണുന്ന പവിഴം പെട്ടെന്ന് തന്നെ രാജ്യമ്മയെ പോയി വിളിക്കുന്നു. അങ്ങനെ രാജ്യമ്മ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ രോഹിത് തന്റെ വിരലുകൾ അനക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അത് കണ്ടിട്ട് രാജ്യമ്മ പറയുകയാണ്, ചെറിയൊരു ജീവന്റെ തുടിപ്പുള്ളത് പുറത്ത് കാണിക്കാൻ തുടങ്ങി. ഇനി എന്താണെങ്കിലും ഇവൻ അധികം വൈകാതെ തന്നെ നടന്നു തുടങ്ങുമെന്നും രാജ്യമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരിക ചോദിക്കുകയാണ്, അമ്മേ അവര് പോയോ? പോയെന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, എന്തിനാമ്മ ഇങ്ങനെ നാണം കെട്ടി ഇവിടെ നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാം. കാഴ്ചയില്ലാത്തവരും ജീവിക്കുന്നുണ്ടല്ലോ, ഞാനും അതുപോലെ തന്നെ ജീവിച്ചോളാം. അമ്മ എന്റെ പേരിൽ ആരുടെടുത്തും കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ശാരികയുടെ നിർബന്ധപ്രകാരം അവര് പോകാനൊരുങ്ങുമ്പോൾ പവിഴം അങ്ങോട്ടേക്ക് വരികയാണ്. രാജ്യമ്മ നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. തുടർന്ന് രാജ്യമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ചികിത്സിക്കാം. മുത്തപ്പൻ നിങ്ങളെ ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് എനിക്ക് കാട്ടി തന്നിട്ടുണ്ട്. മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ഇവിടെ ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇവിടുത്തെ ആഹാരം, ഇവിടുത്തെ രീതിയിൽ ഉറക്കം എല്ലാം അതേപോലെ തന്നെ ആയിരിക്കണം. പുറത്തുനിന്നുള്ള ആഹാരമൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അത് പിന്നെ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാ എന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജ്യമ്മ പറയുകയാണ്, പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, അത്ര തന്നെ, ഞാൻ ആരെയും നിർബന്ധിക്കുകയൊന്നുമില്ല. തുടർന്ന് അവിടെ നിൽക്കാനായിട്ട് ശാരദാമ്മ സമ്മതിക്കുകയാണ്. എങ്കിൽ നാളെ തന്നെ വന്നോളൂ, മുറി ഞാൻ ഒരുക്കി വെച്ചേക്കാമെന്ന് രാജ്യമ്മ പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് രാജ്യമ്മ പവിഴത്തെയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇവിടെ ചികിത്സയ്ക്കുള്ള ആള് കാരണമാണ് നമുക്കിപ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുറുപ്പുമാഷെ കണ്ടൊന്ന് നന്ദി പറയണ്ടേന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കുറുപ്പുമാഷി പറയുകയാണ്, ശാരദാമ്മേ, നാളെ തൊട്ട് ചികിത്സ കഴിയുന്നതുവരെ എന്താണെങ്കിലും ഇവിടെ തന്നെയല്ലേ, അപ്പോൾ പതിയെ നന്ദിയൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും പോകാം. അങ്ങനെ കുറുപ്പുമാഷും ശാരികയും ശാരദാമ്മയും അവിടെ നിന്ന് കുടുംബശ്രീയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജീവ് സാറിനെയാണ്. മദ്യപിച്ച് ലക്ക് കേട്ട് ഒരു ബാറിലിരിക്കുകയാണ് രാജീവ് സാറ്. വെയിറ്ററോട് രാജീവ് സാർ പിന്നെയും മദ്യം ചോദിക്കുമ്പോൾ തരില്ലെന്ന് തന്നെ അയാൾ കട്ടായം പറയുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിഷ്ണു വരുന്നത്. വിഷ്ണുവിനെ കണ്ടയുടൻ അവിടുത്തെ മാനേജർ പറയുകയാണ്, ബാർ തുറക്കുന്ന ഉടൻ തന്നെ ഇയാൾ ഇവിടെ വരും. ബാർ അടച്ചാലും ഇയാൾ ഇവിടെ നിന്ന് പോകില്ല. മദ്യപിച്ച് ലക്ക് കേട്ട് ഇവിടെ തന്നെ ഉണ്ടാകും. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചോദിച്ചാലോ ആകെ അറിയാവുന്നത് ഈ ബാറിന്റെ പേര് മാത്രം. ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളാണ് ഇയാളെ ഒരു ഹോട്ടൽ റൂം റെന്റ് എടുത്ത് അവിടെ നിർത്തുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹോട്ടലിന്റെ റെന്റിന്റെ പൈസ ചോദിച്ചാലോ ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനെന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് ചൂടായിക്കൊണ്ട് വരും. അതുകൊണ്ട് തന്നെ ഓണർ പറഞ്ഞിട്ടുണ്ട് അധികം മദ്യം കൊടുക്കണ്ടെന്ന്. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, ഇപ്പൊ നിങ്ങൾ എന്താണെങ്കിലും 2 പെഗ് കൂടി കൊണ്ടുപോവാ. എന്താണെങ്കിലും ഇയാളെ ഞാൻ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ 2 പെഗുമായിട്ട് വെയിറ്റർ വരുമ്പോൾ രാജീവ് വിഷ്ണുവിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നിങ്ങളും ഇവിടെ തന്നെ എത്തുമെന്ന്. ഇപ്പൊ എങ്ങനെയായി? സന്തോഷമായാലും സങ്കടമായാലും അത് ആഘോഷിച്ച് തീർക്കണം. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ്, അതെ, സാറിനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശാരിക കീടനാശിനി കുടിച്ചു. ഇത് കേൾക്കുന്ന രാജീവ് ഒരു ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.